നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം മൺസൂൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഷൂട്ട് ദ റെയിൻ പെനാൽറ്റി ഷൂട്ട് മത്സരം കാണികൾക്ക് ആവേശമായി. ത്രില്ലർ ഫൈനലിൽ ഫ്രണ്ട്സ് ക്ലബ് ഉരുളൻ തണ്ണി കിരീടം സ്വന്തമാക്കി. വിജയികൾക്ക് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു. കോതമംഗലം മൺസൂൺ ഫെസ്റ്റിന്റെ ഭാഗമായി തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡിൽ സംഘടിപ്പിച്ച ഷൂട്ട് ദ റെയിൻ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി. മഴയും കായിക ആവേശവും ഇഴചേർന്ന മത്സരത്തിൽ 16 ടീമുകൾ മാറ്റുരച്ചു. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കുട്ടമ്പുഴയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായി MLA നടത്തുന്ന വലിയ പരിശ്രമം, അതായത് ടൂറിസം പാക്കേജിലൂടെ കുട്ടമ്പുഴയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഇന്ന് 7ാം ദിവസം 9 ദിവസത്തെ പാക്കേജാണ്. അതിൽ 7ാം ദിവസമാണ് ഇന്ന് നടക്കുന്ന ഷൂട്ടൗട്ട് മത്സരമാണ്. അതിലേക്ക് 16 ടീമാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നതിൻ്റെ വേദിയിൽ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വിവിധ റൗണ്ടുകൾ പിന്നിട്ട് ഫൈനലിലെത്തിയ ഫ്രണ്ട്സ് ക്ലബ്ബ് ഉരുളൻതണ്ണിയും ജോഗോ ബോണിറ്റോ കമ്പനിപ്പടിയും തമ്മിലുള്ള പോരാട്ടം മത്സരത്തിൻ്റെ ഹൈലൈറ്റായി. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഫൈനലിൽ ഇരു ടീമുകളും സമനിലയിലെത്തിയതോടെ മത്സരം അത്യന്തം ആവേശകരമായി. തുടർന്ന് നടന്ന നിർണായക ഷോട്ടുകളിൽ ഫ്രണ്ട്സ് ക്ലബ്ബ് ഉരുളൻതണ്ണിയുടെ ഗോൾ കീപ്പർ നടത്തിയ തകർപ്പൻ സേവ് ടീമിന് കിരീടം സമ്മാനിച്ചു. ഫ്രണ്ട്സ് ക്ലബ്ബ് ഉരുളൻതണ്ണി 1ാം സമ്മാനവും ജോഗോ ബോണിറ്റോ കമ്പനിപ്പടി 2ാം സ്ഥാനവും കമ്പനി യുവ പിണവൂർക്കുടി 3ാം സ്ഥാനവും നേടി. 1ാം സമ്മാനമായി 3000, 2ാം സമ്മാനമായി 2000, 3ാം സമ്മാനമായി 1000 വീതം വിജയികൾക്ക് വിതരണം ചെയ്തു. ബോസ്കേജ് ഹോം സ്റ്റേ ആയിരുന്നു സ്പോൺസർമാർ. പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാന്തി വെള്ളക്കയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചിഞ്ചു ബിബി, വാർഡ് മെമ്പർമാരായ ബിന്ദു രാജേന്ദ്രൻ, എബിമോൻ മാത്യു, സിബി ജെയിംസ്, കീരമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, മുൻ ദേശീയ ഫുട്ബോൾ താരവും പരിശീലകനുമായ PI ബാബു, മറ്റ് ജനപ്രതിനിധികൾ, സംഘാടകർ, കായിക പ്രേമികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൺസൂൺ ഫെസ്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വ്യത്യസ്ത കായിക വിനോദ പരിപാടികൾ കോതമംഗലത്തെ മൺസൂൺ ടൂറിസം ആഘോഷത്തിന് കൂടുതൽ കരുത്തേകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.